ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്രിഷാണെങ്കിലോ വരുണിനെയും അതുപോലെ തന്നെ അനിരുദ്ധനെയും കാണാനായിട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വരുണ് അതുപോലെ തന്നെ അനിരുദ്ധനും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കൃഷി വരുമ്പോൾ കൃഷ്ണനാകെ ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. വരുണിനോട് അപ്പോഴായിട്ട് പറയുന്നുണ്ട്, ഓരോ ആൾക്കാരെ കൂട്ടിപ്പിടിച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നീ നിൽക്കണ്ട വരുണേ, എത്രയും പെട്ടെന്ന് നീ സ്ഥലം കാലിയാക്കിക്കോ. അല്ലെങ്കിൽ ഇവന്മാരെ പോലെ ഓരോ ആളുകൾ നിനക്ക് ഓരോരോ വിനയുണ്ടാക്കുകയല്ലാതെ നിനക്ക് ലാഭങ്ങളൊന്നും നേടിത്തരാനായിട്ട് പോകുന്നില്ല. നിനക്ക് അടി കിട്ടുന്ന സമയത്ത് ഇവർ കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും എന്ന രീതിയിലൊക്കെ കൃഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അനിരുദ്ധിന് ദേഷ്യം വരുന്നുണ്ട്. നീ നിർത്തടാ, നീ എന്തിനാണ് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നിനക്കെന്ന് പറയുന്നു. എൻ്റെ സാറേ, നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത് എന്ത് തെറ്റത്തരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം ഇവനെ പോലെ ഒരാളുടെ മുന്നിൽ എന്തിനാണ് നിങ്ങളുടെ ആ യൂണിഫോമിൻ്റെ വില വെറുതെ കളയാനായിട്ട് നിൽക്കുന്നത്? ഓരോരുത്തർക്ക് വേണ്ടി നല്ല വല്ലതും ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വരുണിനായിട്ട് രഹസ്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ അവനെയും കൊണ്ട് ഒന്ന് പോട്ടെ എന്ന് പറയുന്നു. ഇങ്ങ് വാ വരുണേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോകും. ശേഷം തന്നെ നീ എന്താ വിചാരിച്ചത്? തിങ്കളാഴ്ച അവളുടെ കഴുത്തിൽ താലി കെട്ടാമെന്നോ? അവളുടെ കഴുത്തിൽ ഞാനാണ് താലി കെട്ടിയിട്ടുള്ള ആൾ. അവൾ എൻ്റെ പെണ്ണാണ്. എൻ്റെ പെണ്ണിനെ ഞാൻ ഒരിക്കലും തന്നെ നിനക്ക് വിട്ടുതരും നീ വിചാരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഒരിക്കലും തന്നെ അതിന് പ്രതീക്ഷിക്കേണ്ട. കല്യാണം കളവാണം എന്ന് പറഞ്ഞിട്ട് തിങ്കളാഴ്ച അവളുടെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് പോരുത്. പിന്നെ ഒരു കാര്യം, നീ അവൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കി. സ്വർണം, പണം, ഹോസ്പിറ്റൽ ചെലവ്, അങ്ങനെയെല്ലാം എല്ലാം നീ കൂട്ടി വെച്ചോ. എന്നിട്ട് എത്ര കോടികളാണ് നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് തിരിച്ചു തരാം. എന്നാൽ ആ ബാധ്യതയൊക്കെ ഞാൻ ഒഴിപ്പിച്ച് തരാം. എങ്കിൽ പോലും അവളെ എനിക്ക് വിട്ടു തരണം, അല്ലെങ്കിൽ ഞാൻ വാങ്ങും. നിനക്ക് നല്ല പോലെ ശിക്ഷ ഞാൻ തരും എന്ന രീതിയിലൊക്കെ കൃഷി പറയുന്നുണ്ട്. അങ്ങനെ വരുണിനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അനിരുദ്ധനും നല്ലൊരു മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഓരോരോ വാലാട്ടിപ്പട്ടികളുടെ കൂടെ ചെന്നിട്ട് നീ നിൻ്റെ വില കളയാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾ എൻ്റെ പുറകെ വരാനായിട്ട് നിങ്ങളും നിൽക്കണ്ട. ഇവൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ് അവൾ. ഇവൻ നിശ്ചയം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളാണ്. എനിക്കാണ് അവളുടെ മേൽ അധികാരം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു നിയമത്തിനും കയ്യിലെടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സാറിന് പട്ടി എന്നാണല്ലോ അവൻ വിളിച്ചതെന്ന രീതിയിലൊക്കെ വരും പറയുമ്പോൾ, നീ എന്നെ പട്ടി എന്നാണ് വിളിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഒന്നും കൂടി ഉപദേശിച്ച് മനസ്സിലാക്കി. രണ്ടുപേരും ഒഴിഞ്ഞു പോകാനാണ് നോക്കേണ്ടതെന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കൺമണി കൃഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി വരുണിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതോടുകൂടി പേടിച്ച് വരികയാണ്. സാർ എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വരുണിനെ നന്നായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ഇനി നിൻ്റെ പുറകെ വരില്ല. തിങ്കളാഴ്ച കല്യാണമെന്നോ ഒന്നും പറഞ്ഞു വരില്ല. അവൻ്റെ എല്ലാ ക്യാഷും ഞാൻ സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എത്ര കോടികൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ ചിലവാക്കുമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവൻ നിൻ്റെ പുറകെ വരില്ല കൺമണി എന്ന് പറയുന്നു. അതൊന്നും വേണ്ടായിരുന്നു സാർ എന്ന് പറയുന്നു. എൻ്റെ പെണ്ണിന് വേണ്ടി എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നീ വാ, നിന്നെ ഞാൻ വീട്ടിലാക്കാമെന്ന് പറയുന്നു. പിന്നെ നിൻ്റെ അച്ഛനെ ഒന്ന് കാണും വേണം. അതെന്തിനാണ് സാർ എന്ന് ചോദിക്കുമ്പോഴത്തേനും, അതൊക്കെയുണ്ട്, കാണാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാം കേട്ടോ. അതിനുശേഷം അമ്മായിമാർ വരുന്നുണ്ട്. അമ്മായിമാരെ കാണാനായിട്ട് വരുൺ നിൽക്കുന്നു കേട്ടോ. അമ്മായിമാരെ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താ മോനെ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേനും, അതെ, ആ കൃഷി വന്ന് ഭീഷണിപ്പെടുത്തി. കാരണം കൺമണി അവന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മറ്റന്നാൾ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അവൻ ഫുൾ പൈസ സെറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മായിമാർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ 101 പവൻ അമ്മായിമാർക്കുള്ളതാ, ഞാനത് തന്നിരിക്കും എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതെയോ വരുൺ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മായിമാരെന്തായാലും പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മായിമാർ കച്ചറ സ്വഭാവം വെച്ച് ഒന്ന് വഴക്ക് കൂടാൻ നോക്കും കൺമണിയുടെ അച്ഛനോട്. അപ്പോഴത്തേനും അവരതിന് സമ്മതിക്കും. അപ്പോഴത്തേനും കൺമണി എനിക്ക് കിട്ടുമെന്ന് പറയാണ്. അമ്മായിമാർ ഓർത്തോണേ എന്ന് പറയുന്നുണ്ട്. ശരി മോനെ, മോൻ പോയിട്ട് വാ എന്ന് പറയുന്നു. പിന്നെ അമ്മായിമാരെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും വരുണിൻ്റെ കൂടെ നിന്ന് 101 പവന കിട്ടും. പക്ഷേ കൃഷി സാർ എന്തായാലും കൺമണിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കൃഷി സാറിൻ്റെ കൂടെ തന്നെ കൂടാമെന്ന് പറയുന്നുണ്ട്. അയ്യോ, അങ്ങനെ പറയാൻ വരട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്ക് ആരുടെ കൂടെ കൂടണമെന്ന് അപ്പം തീരുമാനിക്കാം. ആരാ ജയിക്കുന്നത് അവരുടെ കൂടെ കൂടാം. അതാണ് നല്ലതെന്ന് പറയുന്നു. പിന്നെ കൃഷ് കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഗോകുലി കാണുമ്പോൾ എന്താ അപ്പേ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എൻ്റെ മോനെ എവിടെയാണ് അച്ചച്ചൻ എന്ന് വിളിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. കൺമണി എന്താ അപ്പയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പയ്ക്കൊന്നും പറയാൻ പറ്റാണ്ടായി. അങ്ങനെ കൺമണിയുടെ അച്ഛൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നെ മനസ്സിലായോ, ഞാൻ അൽഗയിലെ MD ആണെന്ന് പറഞ്ഞ് ക്രിസ്സാഗർ എന്ന് പറയുന്നുണ്ട്. മോനെ കണ്ടിട്ടുണ്ടല്ലോ എനിക്കറിയാമെന്ന് പറയുന്നു. പിന്നെ ഈ കൺമണിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഇവളെ കല്യാണം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു പറയുന്നു. അങ്കിൾ അതിന് സമ്മതിക്കണം. ഞാൻ ഒഫീഷ്യലായിട്ട് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. അത് മോനെ എനിക്ക് മനസ്സിലായി. സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് തന്നെ വരുണിൻ്റെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ്റെ എല്ലാ തുകയും ഞാൻ അടച്ചു തീർക്കാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. കോടികൾ എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ ചിലവാക്കും എൻ്റെ കൺമണിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നിൽക്കണം. എൻ്റെ അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഈ ഒഫീഷ്യലായിട്ട് ഞാൻ പെണ്ണ് ചോദിച്ചു. ഞാൻ മാത്രം ചോദിച്ചാൽ പോരാ, വീട്ടുകാരും വരണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ അവർ വരും. അവർക്ക് അന്ന് ചോദിക്കും എൻ്റെ കൺമണിയെ എനിക്ക് തന്നെ തരണം. അതിനുവേണ്ടി കുറച്ച് സമയത്ത് നിൽക്കണം അച്ഛൻ. അതിനുവേണ്ടി സഹായം ഉണ്ടാവണമെന്ന് പറയുന്നു കേട്ടോ. ഞാൻ കൺമണിയെ തന്നെ വിവാഹം കഴിക്കും. ഇത് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരും. ഇവളെ എനിക്ക് വേണം. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം അച്ഛൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷി പോകാൻ നിൽക്കുന്നു. അങ്ങനെ കൺമണിയോട് യാത്ര പറയുന്നു. ഞാൻ പോയിട്ട് വരാം കൺമണി, ഞാനേ അച്ഛനോട് പെണ്ണ് ചോദിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ശേഷം കൃഷി പോകുന്നു കേട്ടോ. അപ്പോൾ കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ പാവ അച്ഛനും ഒരുപാട് സന്തോഷമാണ്. കാരണം മകൾ നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കട്ടെ എന്ന് ആഘോഷിച്ച്. കാരണം വരുണിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ വളരെ ദയനീയമാവുമെന്ന് ആ പാവ അച്ഛനും അറിയാം കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ വരുണിനെയും ധനലക്ഷ്മിയെ കാണിക്കുന്നത്. വരുണ് പറയുന്നുണ്ട് കൃഷി രണ്ടും കൽപ്പിച്ചാണ് ഏട്ടത്തി. കാരണം അവൻ എല്ലാം കൊണ്ടും എനിക്ക് നല്ല പാരയായിട്ടാണ് വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവളുമായിട്ടുള്ള കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. ഞാൻ അവിടെ നിന്ന് നിങ്ങളൊക്കെ ആട്ടിപ്പുറത്താക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ധനലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ആ വീട് വിട്ട് പോകേണ്ടി വരും. പിന്നെ 101 പവൻ തിരിച്ചും കൊടുക്കേണ്ടി വരും. എല്ലാം കൊണ്ടും നഷ്ടമാണ്. കൺമണിയും വരുണും എത്രയും പെട്ടെന്ന് ഒന്നിക്കണം എന്ന രീതിയിൽ തന്നെ ധനലക്ഷ്മി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും നമുക്ക് കാണാം.